വിദ്യാഭ്യാസ മേഖലയിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു. CPI വലിയ ഉടക്ക് വെക്കുന്നു. കാരണം സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ CPI ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? മാത്രമല്ല CPIയുടെ ഈ തുറന്നു പറച്ചിലിനെ CPM മൈൻഡ് ചെയ്യുന്നില്ല, അത് ഗൗനിക്കുന്ന പോലുമില്ല. മാത്രമല്ല അവർ ഒപ്പിടാനായിട്ട് കേന്ദ്രവുമായിട്ട് സഹകരിക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന തർക്കത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? രാഷ്ട്രീയ ലക്ഷ്യം എന്ന് വെച്ചാൽ CPI ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ തരത്തിലുള്ള കൊച്ചു കൊച്ചു വിവാദങ്ങൾ കൊണ്ടല്ലാതെ പിടിച്ചു നിൽക്കാനാവാത്ത വിധം ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അവർ ഇത്തരം ചില സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചരിത്രത്തിൽ CPMനോട് ഉടക്കി നിൽക്കാനും വിയോജിക്കാനും വേണ്ടി CPI പറഞ്ഞ പദ്ധതികളിൽ, പറഞ്ഞ കാര്യങ്ങളിൽ, പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിലൊക്കെ നിർണായകമായ ഘട്ടത്തിൽ നിലപാടെടുക്കേണ്ടി വരും. ഇനി ഇതല്ലെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ CPMന് മുന്നണിയെ നയിക്കുന്ന CPMനെതിരായി ആ മുന്നണിയിൽ CPI വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ എന്താ അതിൻ്റെ ആത്യന്തികമായ ഫലം? ഒറ്റ കാര്യമേ ഉള്ളൂ, CPM അത് പരിഗണിക്കാൻ പോകുന്നില്ല. CPM ഒന്നാമത് എടുക്കുന്ന നിലപാടുകളിൽ കുറേ കൂടി വ്യക്തതയുണ്ട് അവർക്ക്. ഇപ്പോൾ CPMൻ്റെ പല നിലപാടുകളോടും വിയോജിപ്പ് നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ PM ശ്രീ പദ്ധതിയുടെ ശരിതെറ്റുകൾ ചർച്ചക്കെടുക്കണം. 2, ഇനി അത് അന്ധമായി ആ PM ശ്രീ പാടില്ല, അത് കാവ്യവൽക്കരണമാണ്, സംഘപരിവാർ വൽക്കരണമാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് ആണ് CPI നിൽക്കുന്നതെങ്കിൽ അത് നയപരമായ വിയോജിപ്പാണ്. CPM അംഗീകരിക്കുന്ന നയം, CPI എതിർക്കുന്ന നയം. അങ്ങനെയാണെങ്കിൽ CPIയുടെ ഓപ്ഷൻ എന്താ? മുന്നണിക്കകത്ത് മന്ത്രിസഭാ യോഗം കലക്കി മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് നിന്നാൽ മതിയോ? നയപരമാണ് വിയോജിപ്പെങ്കിൽ നയപരമായി തന്നെ വിട്ടുപോകണം. ഇടതുപക്ഷ മുന്നണി വിട്ടുപോകാനുള്ള ധൈര്യമുണ്ടോ CPIക്ക്? പോയാൽ തന്നെ അവരുടെ ഓപ്ഷൻ എന്താണ്? അതൊക്കെ ചോദ്യമല്ലേ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് CPIക്കകത്ത് അത്തരമൊരു ഓപ്ഷൻ നേരത്തെ വന്നതാണ്. അവർക്ക് CPIക്ക് കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. അച്യുതമേനോനാണല്ലോ കേരളത്തിൽ CPI സംഭാവന ചെയ്ത ഏറ്റവും മികച്ച മുഖ്യമന്ത്രി. അത് കോൺഗ്രസിൻ്റെ കൂടെ ഭരിച്ചപ്പോഴാണ് അവർക്ക് ഭരിക്കാൻ പറ്റിയത്, CPMൻ്റെ കൂടെ നിൽക്കുമ്പോഴല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നിലപാടെടുക്കാൻ, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ CPIക്ക് ധൈര്യമുള്ള ലീഡർഷിപ്പുണ്ടോ? അതിനുള്ള ഓർഗനൈസേഷൻ ഉണ്ടോ? അങ്ങനെ പോയാൽ തന്നെ ഒരു പാർട്ടിയായി നിൽക്കാൻ മാത്രമേ, ഇത് CPMൻ്റെ ഒരു B ടീമായി നിന്നിട്ട് കിട്ടുന്ന സൗകര്യങ്ങൾ വാങ്ങിയെടുക്കാമെന്നല്ലാതെ സ്വന്തമായൊരു പാർട്ടിയുടെ വ്യക്തിത്വവും അസ്തിത്വവും നിലപാടും ആർജവവും അത് ഉയർത്തിപ്പിടിക്കാൻ CPIക്ക് സാധ്യമാണോ? അതുകൊണ്ട് ഇതൊക്കെ ഈ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വാർത്തയിൽ വരാൻ, CPI എന്ന് വാർത്തയിൽ വരാൻ വേറെ വഴിയൊന്നുമില്ലാത്ത മട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആശയപരമായി എന്താണ് ഇപ്പോൾ ഈ PM ശ്രീ ഇഷ്യൂ? PM ശ്രീ ഇഷ്യൂ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കീമാണ്. ഈ മോഡുലാർ സ്കൂളുകൾ എന്ന് പറയും. മോഡുലാർ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ മാതൃകാ സ്കൂളുകൾ. രാജ്യത്തെ 1500 മാതൃകാ സ്കൂളുകൾ തിരഞ്ഞെടുക്കുക. ആ സ്കൂളുകളിൽ ചേരാനുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ് ആ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ കൊല്ലത്തിൽ 4 തവണ ഓരോ ക്വാർട്ടറിലും ഒരിക്കൽ ഓപ്പൺ ആവുക വെബ്സൈറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ ഏത് സ്കൂളിൻ്റെയും നിലവാരമനുസരിച്ച് അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ, അക്കാഡമിക് നിലവാരം, അവർ ഈ എക്സ്ട്രാ കരിക്കുലർ കലാകായിക രംഗത്ത് നേടിയിട്ടുള്ള നേട്ടം, മത്സര പരീക്ഷകളിൽ നേടിയിട്ടുള്ള നേട്ടം, അവിടുത്തെ അധ്യാപകരുടെ നിലവാരം, അവർ നേടിയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് നേട്ടങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ, അതിൻ്റെ ഫെസിലിറ്റീസ്, അവിടെ ഈ ഹാൻഡിക്യാപ്റ്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ഇത്തരം എല്ലാ സൗകര്യങ്ങളും നോക്കിയിട്ട് അപേക്ഷിക്കാം. രാജ്യത്തെ ഏത് സ്കൂളിനും അപേക്ഷിക്കാം. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുക. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആയിരക്കണക്കിന്, ഇപ്പോൾ മിനിമം ആലോചിച്ച് നോക്കൂ, വലിയ പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഓരോ സ്കൂളിനും വേറിട്ട് വരികയാണ്. അത് നമ്മുടെ പദ്ധതി പ്രകാരമല്ല. വിദ്യാഭ്യാസം അറിയാലോ, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്, നമ്മുടെ കയ്യിൽ ഫണ്ടില്ല. ഇത് ഈ സ്കീമിൽ പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ ഫണ്ടും ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഇതിൻ്റെ സൗകര്യം എന്താ? ഇതിൻ്റെ സൗകര്യം യോഗ്യതയുടെ, ഇപ്പോൾ രാജ്യത്ത് 1500 സ്കൂൾ തിരഞ്ഞെടുക്കുന്നു എന്ന് വിചാരിച്ചോളൂ. 1500 സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെ തിരഞ്ഞെടുപ്പ്? ഓരോ സ്റ്റേറ്റിനും വീതിക്കുക, ജനസംഖ്യാനുപാതികമായി വീതിക്കാം. അങ്ങനെയാണല്ലോ 29 സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറിക്കും ഒക്കെ ആയിട്ട് വീതിച്ചു കൊടുക്കും. അപ്പോൾ കേരളത്തിന് എന്താ കിട്ടുക? ഒരു ചെറിയ വിഹിതം കിട്ടും. ഇതങ്ങനെയല്ല, മത്സരിച്ച് നേടുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നിലവാരമുള്ള വിദ്യാലയങ്ങൾ
മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ 1500-ൽ വളരെ ഭേദപ്പെട്ട ഒരു പങ്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഈ മോഡുലാർ സ്കൂളുകളുടെ പ്രത്യേകത. അതാണ് ആ ഫണ്ടാണ്, അതിനാണ് PM ശ്രീ. അങ്ങനെ ഫണ്ട് കിട്ടുന്ന സ്കൂളുകളിൽ എന്താ ചെയ്യേണ്ടത്? ഇത് PM ശ്രീ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റോ സ്റ്റേറ്റ് ലിസ്റ്റോ അല്ല. കേരളത്തിൻ്റെ നയാ പൈസ പോലും ചിലവാക്കാതെ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവർ തന്നെ മത്സരിച്ച് നേടിയ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മുതലാണ്, സമ്മതിച്ചു. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഇത് PM ശ്രീ പദ്ധതിയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു പേരും പടവും ആ സ്കൂളിൽ വെച്ചാൽ എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ഇത് ചെയ്തിട്ടില്ലേ പണ്ട്? ഇല്ലേ? ജവഹർ റോസ്ഗാർ യോജന, JRY. നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തകരും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം തൊട്ടേ നമ്മുടെ നാട്ടുകാർക്ക് പണി കിട്ടിയിരുന്ന സ്കീമാണത്, ജവഹർ റോസ്ഗാർ യോജന. ഇപ്പോഴത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതിയാണ്. അത് വേണ്ടാന്ന് പറഞ്ഞോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുള്ളത് കൊണ്ട് വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്ദിര ആവാസ് യോജന, അതെ, എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഒരു പാവപ്പെട്ടവന് വീട് കൊടുക്കാനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. എവിടെയെങ്കിലും ഒരു പാവപ്പെട്ടവന് വീട് വാങ്ങി കൊടുക്കാൻ പറ്റുമോ എന്നല്ലേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ പേര് ശരിയല്ല എന്നാരെങ്കിലും പറഞ്ഞോ? ഇവർക്ക് എന്താ നരേന്ദ്രമോദി ആകുമ്പോൾ മാത്രം പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമല്ലേ, ആരും ഈ നൂലിൽ കെട്ടി ഇറക്കിയതല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ജനങ്ങൾ അങ്ങനെ ഒരാളുടെ പടം വെക്കാൻ ഇമാതിരി വിരോധം വെക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എന്താ അപകടം? അതിൻ്റെ അപകടം എന്താ? PM ശ്രീ വേണ്ടാന്ന് വെച്ചാൽ കേരളത്തിന് വലിയ സാധ്യതയുള്ള ഫണ്ട്, ഞാൻ പറയുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ വീതം വെച്ചിട്ട് കേരളത്തിൻ്റെ ജനസംഖ്യക്കനുസരിച്ച് 3.5 കോടിക്ക് എന്തുണ്ടോ അത് കിട്ടുന്നതല്ല ഈ ഫണ്ട്. നമ്മുടെ കുട്ടികൾ അപാര കാലിബറുള്ള മക്കളാണ്. ആ മികവിന് കൂടുതൽ സ്കൂളുകൾ കിട്ടും. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് എന്താ വെച്ചാൽ, മുമ്പ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവരുണ്ടാക്കുന്ന പാഠ്യപദ്ധതിയിൽ അനാവശ്യമായ ചില കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള രാജവംശങ്ങളുടെ കഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ സംഘപരിവാർ അവരുടെ ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തെറ്റായ ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് ആളുകളെ പൊട്ടനാക്കാനായിട്ട് CPI ശ്രമിക്കുന്നു. പക്ഷേ CPM കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ CPIയുടെ ഈ അഭിപ്രായ പ്രകടനത്തോട് പ്രതികരിച്ചു പോലുമില്ല. കാരണം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പിടാൻ, ആ ഫണ്ട് മേടിച്ചെടുക്കാൻ, നിങ്ങൾ ഇവിടെ കിടന്ന് വെറുതെ വായിട്ടലച്ചോ. അതെ, CPMൻ്റെ ചോദ്യം ഒറ്റ ചോദ്യത്തിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ CPIയോ ഏത് CPI എന്ന് ചോദിച്ചില്ലേ ഗോവിന്ദൻ മാഷ്? ആ ചോദ്യത്തിൽ ഇല്ലാതായിട്ടുണ്ട് ആ പാർട്ടി. മാനമുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിപ്പോകേണ്ട സമയമാണ്. അത് മതി. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ എന്ത് അർത്ഥമാണുള്ളത്? എന്ത് ന്യായമാണ് ആ ചോദ്യത്തിലുള്ളത്? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ CPM കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെയുള്ള നിലപാടല്ലേ എടുത്തത്? അതിലെന്താ തെറ്റുള്ളത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് പണ്ടും എന്താ ഏർപ്പാട്? ഏത് ഫണ്ട് വന്നപ്പോഴാണ് ഇവർ എതിർക്കാത്തത്? ഞാൻ പറയുന്നത് എതിർപ്പ് ആദ്യത്തിലൊന്ന് എതിർത്ത് നോക്കും, പിന്നെ ആരാ വഴങ്ങാത്തത്? ഈ നാഷണൽ ഹൈവേക്ക് ഫണ്ട് വന്നപ്പോൾ എന്തെല്ലാം സമരങ്ങളും കോലാഹലങ്ങളും നടത്തി. കേരളയിൽ മാത്രമാണ് ഇപ്പോൾ വരാതെ പോയത്. അത് ഇനിയും വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതൊഴികെ ബാക്കി ഏതിനാ ADB വായ്പ വന്നത് ഓർമ്മയുണ്ടോ? എൻ്റെ കോഴിക്കോട് കോർപ്പറേഷൻ, നിങ്ങളെ കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ ADB വായ്പ വാങ്ങി എന്ന് പറഞ്ഞൊരു വലിയ കോലാഹലം ഉണ്ടാക്കിയതാണ്. പിന്നെ വാങ്ങേണ്ടി വന്നു. ADB വായ്പ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിലെ ശുചീകരണ പദ്ധതി, നഗരങ്ങളിലെ ഈ എന്താ പറയുക അഴുക്ക് ജല പദ്ധതി ഉൾപ്പെടെ സൗന്ദര്യവൽക്കരണം, ഹരിതവൽക്കരണം, അതിനൊക്കെ ഫണ്ട് കിട്ടും. അപ്പോൾ കാലാനുസൃതമായ മാറ്റത്തോടെ കാര്യമില്ല. എന്തിനെല്ലാം വന്നു. ഇപ്പോൾ ഇത് ഏത് പദ്ധതി വരുമ്പോൾ, ഏത് പരിഷ്കാരം വരുമ്പോൾ ഇവർ ആദ്യം ഒന്ന് എതിർക്കും, പിന്നെ സ്വീകരിക്കും. എല്ലാ പദ്ധതിക്കും അങ്ങനെയല്ലേ? മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞതാ, ഇപ്പുറത്ത് പശുവിനെ അഴിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ. ഒന്ന് ഓർത്തു നോക്കൂ സിനുജി, മുനീർ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ചിലവാക്കുന്നതിൻ്റെ 10-1 കൊണ്ട് അത് തീരുമായിരുന്നു. ആ പ്രോജക്റ്റ് തീരുമായിരുന്നല്ലോ. ഇന്ന് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിൻ്റെ എനിക്ക് തോന്നുന്നു 10-1 പോലും കൊടുക്കേണ്ടി വരില്ലായിരുന്നു. വളരെ വലിയ വിലയല്ലേ കൂടിയല്ലേ? അതൊക്കെ സമയത്തിന് നിലപാടെടുക്കാത്തതുകൊണ്ടല്ലേ? വേണ്ട. DPP വന്നല്ലോ, ഓർമ്മയില്ലേ സിനിമയ്ക്ക്? ഞാൻ സർവീസിലുള്ളപ്പോഴാണ് DPP വന്നപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? അപ്പോൾ DPP ആഗോള മൂലധനമാണ്, കോർപ്പറേറ്റ് ഫണ്ടാണ്, അതാണ് ഇതാണ്. ഇപ്പം പിന്നെന്താ കണ്ടത്? പിന്നെ ഈ CPMകാരാണ് ഈ DPPയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും. എല്ലാ സംവിധാനത്തിലും അവരില്ല. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ SSA, സർവശിക്ഷാ അഭിയാൻ. ഏതിൻ്റെ കൂടെ നിൽക്കാത്ത? ഇതൊക്കെ ഒരു കാര്യം ആദ്യം കേന്ദ്രം കൊണ്ടുവരുമ്പോൾ എതിർക്കുക. ഇപ്പോൾ മാത്രമല്ല, കോൺഗ്രസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അന്ന് 2010 വന്നപ്പോഴും എതിരായിരുന്നില്ലേ? ആദ്യം എതിർക്കും, പിന്നെ ഫണ്ട് വേണം തോന്നുമ്പോൾ ഇത് സ്വീകരിക്കും. ഇപ്പോൾ വന്ന വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ ഇപ്പോൾ ഈ ബിനോയ് വിശ്വം പറയുന്നുണ്ടല്ലോ, കാലം മാറുന്നില്ലേ? ഇപ്പോൾ എന്താ ബിനോയ് വിശ്വം പറയുന്നത്?
കോൺഗ്രസിൻ്റെ കാലത്ത് ഇവിടെ ആരാ ഇടപെടാത്തത്? ഏത് ഗവൺമെൻറ്റും അതിൻ്റെ താല്പര്യങ്ങൾ ഭരണകൂടത്തിലുണ്ടാകും. ഇനിയിപ്പോൾ സംഘപരിവാർ ഭരിക്കുമ്പോൾ ചരിത്രത്തിൽ മാറ്റം വരും, വന്നോട്ടെ. വന്നാലെന്താ? കാലം മാറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ എടുത്തു നോക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഒരേ കാര്യം മനസ്സിലാക്കാൻ എനിക്ക് അരുൺ ഷൂറിയുടെ പുസ്തകം എടുത്ത് വായിക്കാം, ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം എടുത്ത് വായിക്കാം. ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കാലിബർ ഉണ്ട്. കുട്ടികൾക്ക് കാലിബർ, ഈ രാഷ്ട്രീയക്കാരെ പോലെ മന്ദബുദ്ധികളല്ലല്ലോ നമ്മുടെ മക്കൾ. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു. പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെ എന്താ? കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സൂചന ക്യാപ്സ്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എന്താ പറയുന്നത്? റെഫർ ചെയ്ത് കുട്ടികൾ കൊണ്ടുവരിക, കുട്ടികൾ പഠിക്കുക. സെൽഫ് സ്റ്റഡിയാണല്ലോ. പുതിയ വിദ്യാഭ്യാസ നയമനുസരിച്ച് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് വന്നാലും എന്താ കുഴപ്പം? അത് മാത്രമല്ല ശരിയെന്നും അതിൻ്റെ അപ്പുറത്തെ ശരിയും എടുത്തൂടെ? ആരുടെയും എടുത്തൂടെ? ഇപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്നത് സംഘപരിവാറാണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ വേണമെന്ന് അവർ പറയണത്. സംഘപരിവാറിൻ്റെ നിലപാട് എന്താണെന്ന് അവൈലബിൾ ആണല്ലോ, അതും എടുത്തു നോക്കൂലേ കുട്ടികൾ? ഇനിയിപ്പോൾ അത് മഹാത്മാഗാന്ധിയെ കൊന്നത് RSS തന്നെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ വന്നതുകൊണ്ട് എന്താ കാര്യം? അങ്ങനെ അല്ലല്ലോ സാറേ എന്ന് ഇപ്പുറത്ത് കാണുന്നുണ്ടല്ലോ എന്ന് കുട്ടികൾ പറയും. അതല്ലേ വിദ്യാഭ്യാസം? അതല്ലേ വളരെ ഓപ്പൺ അല്ലേ വിദ്യാഭ്യാസം? ഇവരുടെ വിരൽത്തുമ്പിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം സിനുജി? ടെക്സ്റ്റ് ബുക്കിലുള്ളതിൻ്റെ അപ്പുറത്തുള്ള വിവരങ്ങൾ നമ്മുടെ കുട്ടികളുടെ വിരൽത്തുമ്പിലില്ലേ? മൊബൈൽ ഫോണിലില്ലേ? സ്മാർട്ട് ഫോണിലില്ലേ? അതുകൊണ്ട് ഈ കാലത്ത് എന്തിനാണ് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിനെ ഭയപ്പെടുന്നത്? RSSകാർ ഭരിച്ചപ്പോൾ അങ്ങനെ വന്നു. ആരാ ഇടപെടാത്തത്? ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഹിസ്റ്ററിയിൽ ഇടപെടുന്നു, സയൻസിൽ ഇടപെടുന്നു? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് ഇടപെട്ടതിനേലേറെ ചരിത്രത്തിൽ ഇടപെട്ടതാരാ? മാർസിയൻ ചരിത്രകാരന്മാരല്ലേ? അന്ന് ഈ ഡൽഹി ബേസ്ഡ് ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാർസിയൻ ഹിസ്റ്ററി ആയിരുന്നല്ലോ. അപ്പോൾ ഓരോ കാലത്ത് ഗവൺമെൻറ്റുകൾ അവരുടെ താല്പര്യം കാണിച്ചോട്ടെ. അതിനെ കമ്പയർ ചെയ്ത് പഠിക്കാനും ആത്യന്തികമായി എല്ലാം പഠിച്ചിട്ട് അതിൻ്റെ ശരിയായ നിലപാടുകൾ മനസ്സിലാക്കാനുള്ള ശേഷി കുട്ടികൾക്കുണ്ടെന്നേ. ഒരു കാര്യമില്ല, അതിലൊന്നും ഒരു അർത്ഥമില്ല. ഞാൻ പറയുന്നത് എല്ലാ പരിഷ്കാരങ്ങളും വരുമ്പോൾ തുടക്കത്തിൽ എതിർത്ത് നോക്കും. അതെന്തിനാ? രാഷ്ട്രീയമായിട്ട് എതിർക്കാനാണ്. 2, ആ പരിഷ്കാരം നടപ്പാക്കുമ്പോൾ നമുക്ക് മെച്ചമുണ്ടാവും എന്ന് രണ്ടാം ഘട്ടത്തിൽ മനസ്സിലാക്കും. അപ്പോൾ അത് നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കുകയും ചെയ്യും. അത് തന്നെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ 2020 വിദ്യാഭ്യാസ നയത്തിലും. എല്ലാം വരൂലേ കാലാനുസൃതമായിട്ട്. നീ പഠിച്ചത് SSLC ആണോ? SSLC ആണ്. അതിൻ്റെ ഇടയിൽ എല്ല് പോയി SSC ആയിരുന്നു. ചെറിയ SSLC ബുക്ക് വലിയ ബുക്കായി മാറിയിരുന്നു അല്ലേ? നമ്മൾ പഠിക്കുന്ന കാലത്ത് LP എന്താ? നമ്മളിപ്പോൾ അംഗൻവാടി പോവും, അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടനിൽ KGയിൽ പോവും. എവിടെ? LKG UKG. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോവുക? LP സ്കൂളിൽ പോകും, 1 മുതൽ 4 വരെ. അത് കഴിഞ്ഞ് UPയിൽ പോകും, 5 മുതൽ 7 വരെ. അങ്ങനല്ലേ നീ പഠിച്ച സ്കീം? അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പോകും, 8 മുതൽ 10 വരെ. പിന്നെ നമ്മൾ പ്രീ ഡിഗ്രിക്കാണ് കോളേജിൽ പോയത് നമ്മളൊക്കെ. അത് കഴിഞ്ഞിട്ട് 3 കൊല്ലം ഡിഗ്രിക്ക് പോകും, പിന്നെ 2 കൊല്ലം PGക്ക് പോകും, 1 കൊല്ലം B.Edന് പോകും. ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസം. അത് മാറിയില്ലേ? എന്തെല്ലാം മാറ്റം വന്നു? ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് എങ്ങനെയാണ് വരാൻ പോകുന്നത്? പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി തന്നെ സ്കീം മാറുകയാണ്. എന്താ മാറുന്നത്? 1, പ്രീ KG 2 കൊല്ലം, 3 വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്നു. 3ഉം 4ഉം വയസ്സിൽ. 5ആം വയസ്സിൽ സ്കൂളിൽ 3 വയസ്സിൽ പ്രീ പ്രൈമറി. മനസ്സിലായോ? പ്രീ പ്രൈമറി, LKG UKG. അത് കഴിഞ്ഞാൽ എന്താ? LP ഏതാ? 1 and 2 ആണ് LP. അതാണ് പുതിയ സ്കീം. 1 and 2 LP. പിന്നെ UP ഏതാ? 3 to 5 ആണ്. സ്കീം മാറുന്നേ. 3 to 5. ഹൈസ്കൂൾ ഏതാ? 6 to 8 ആണ്. പിന്നെ ഒരൊറ്റ സ്ട്രെച്ചാണ് ഹയർ സെക്കൻഡറി. ഏതാണ്? 9 to 12. പിന്നെ പോകുന്നത് എങ്ങോട്ടാ? 9 to 12 കഴിഞ്ഞാൽ പിന്നെ പ്രീ ഡിഗ്രി ഇല്ല. പ്രീ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോളേജുകൾക്കൊന്നും ഇപ്പോൾ സൗന്ദര്യം ഇല്ലാത്തത്. പ്രീ ഡിഗ്രി ഉള്ള കാലത്താണല്ലോ കോളേജ്. അത് പോയി. പിന്നെ നമ്മൾ ചേരുന്നത് എങ്ങനെ? ഡിഗ്രി. 4 കൊല്ലമാണ് ഡിഗ്രി. 4 കൊല്ലത്തെ ഡിഗ്രിക്ക് എന്താ? ഡിഗ്രിയും കിട്ടും, PGയും കിട്ടും. കുട്ടികൾക്ക് വലിയ ലാഭമാണ്, വലിയ മെച്ചം ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ പഴയ പോലെ അല്ല, പരീക്ഷ എഴുതി ഓരോ കൊല്ലവും പാസ്സാവുമല്ല. അറിയാലോ, പോയിന്റ് ബേസ്ഡ് ആണ് മാർക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നവനും കൂടുതൽ വിവരമുള്ളവനും കൂടുതൽ പോയിന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, കൂടുതൽ റാങ്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ള പുതിയ സ്കീമാണ് വരുന്നത്. എന്തിനാ എതിർക്കാൻ പോണത് വെറുതെ? പിന്നെ കാലം മാറുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ പടമോ പേരോ ഒരു സ്കീമിൻ്റെ പുറത്ത് എഴുതി വെച്ചാൽ എന്താകാശം ഇടിഞ്ഞു വീഴുക? അത് നരേന്ദ്രമോദി ആകുമ്പോൾ മാത്രം പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? വിവരക്കേടാണ്. അതുകൊണ്ട് ഇതിപ്പോൾ CPI:CPMൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്നു മാത്രമല്ല, ഇടതുപക്ഷ മുന്നണി ഈ നയവുമായിട്ട് മുന്നോട്ട് പോയാൽ, ഈ CPI പറയുന്ന വിവരക്കേടും കേട്ട് മുന്നോട്ട് പോയാൽ കാലത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടും, രാജ്യത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയനും ശിവൻകുട്ടിയൊക്കെ ഈ നിലപാടെടുക്കുന്നത്. ശിവൻകുട്ടിയുടെ തലയിൽ പോലും ബോധം ഉദിക്കണമെങ്കിൽ
എന്തുമാത്രം ശക്തമായിരിക്കണം ആ ബോധം എന്ന് ആലോചിച്ച് നോക്കൂ. അതെ. അപ്പോൾ അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, ഇത് സ്വീകരിക്കേണ്ടി വരും. സ്വീകരിക്കുന്നത് കേരളത്തിൻ്റെ നന്മക്കാണ്. അത് വേണ്ടാന്ന് വെക്കുന്നത് മത്സരിച്ച് കൂടുതൽ ഫണ്ട് വാങ്ങാനുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പറ്റുന്നേ. അതെ. ജനസംഖ്യാനുപാതികമായി വീതിക്കുമ്പോൾ UP കൊണ്ടുപോകും, അല്ലെങ്കിൽ മധ്യപ്രദേശ് കൊണ്ടുപോകും, രാജസ്ഥാൻ കൊണ്ടുപോകും. നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. നമുക്ക് ചില്ലറ പങ്കേ കിട്ടുള്ളൂ. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ മികവ് വെച്ച് മത്സരിക്കാൻ നിന്നാൽ നമുക്ക് മേജർ പോർഷൻ കിട്ടും. ആ അവസരമാണ് ഇവർ കളഞ്ഞു കുളിക്കുന്നത്. കളയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട്, ഈ വിവരക്കേട് പറച്ചിൽ നിർത്തിയിട്ട്, ഈ മുന്നണിക്കകത്ത് ഞാനോ നീയോ എന്ന പോര് നിർത്തിയിട്ട് നേരായ വഴിക്ക് വരാൻ ശരിയായ തീരുമാനമെടുക്കാൻ CPI കൂടി സന്മനസ് കാണിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അവർക്ക് മനസ്സ് എന്ന് പറയുന്നൊരു ഘടകം ഉണ്ടെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.